നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരു മന്ദമാരുതനായി നമ്മോടൊപ്പം എക്കാലത്തും ഉണ്ടായിരുന്ന 3-3.5 പതിറ്റാണ്ടായി നമ്മുടെ കലാജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയ ഇഷ്ടഗായകനായ കൃഷ്ണേന്ദ്രനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അതിഥി. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വനിതയും. ഇരുവരുമായി നമ്മുടെ സംഭാഷണം തുടരുകയാണ്. ഇരുവരുടെയും കലാജീവിതത്തിലൂടെയുള്ള പ്രയാണം. വനിത, ഈ കൃഷ്ണേന്ദ്രൻ വനിതനെ വീഴിക്കാൻ വേണ്ടി ഉപയോഗിച്ച പാട്ടേതായിരുന്നു? എപ്പോഴും ചോദിക്കാറത് ഇതല്ലേ പാടിയത്? ഏതാണ്? മേക്കപ്പ് റൂം അല്ല, ഏതാ മേക്കപ്പ് റൂം? ശശിയേട്ടനാണ് പരിചയപ്പെടുത്തിയത്. ശശിയേട്ടനല്ല പരിചയപ്പെടുത്തത്, ആദ്യം പരിചയപ്പെടുത്തത് എം.ഒ. ദേവസ്യ. എന്റെ കൂടെ അഭിനയിക്കുന്നത് കൃഷ്ണചന്ദ്രൻ. ഞാൻ രജനിവേദം ഒന്നും കണ്ടിരുന്നില്ല ആ സമയത്ത്. എനിക്കറിയില്ല നടനാണെന്നുള്ളത്, പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടാ പരിചയപ്പെടുത്തിയത്. അപ്പൊ പിന്നെ ദേവസ്യേട്ട മേക്കപ്പ് ഇട്ടിരുന്നത്. അപ്പൊ കൃഷ്ണേന്ദ്രൻ ആദ്യം മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക, ഞാനും എന്റെ അമ്മയുണ്ട് മേക്കപ്പ് റൂമില്. അപ്പൊ പറഞ്ഞ അസല് പാട്ടുകാരൻ, നന്നായി പാട്ടൊക്കെ പാടും എന്നൊക്കെ പറഞ്ഞപ്പോ ശരി, ഓക്കെ. അപ്പൊ എനിക്ക് അധികം മലയാളം സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷ് ചെയ്തു, വളരെ ബഹുമാനത്തോടെ വിഷ് ചെയ്ത് വലിയ പാട്ടുകാരനാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെ പാട്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ 2-3 ഷോർട്സ് എടുക്കുമ്പോൾ കൃഷ്ണേന്ദ്രൻ കുറച്ചൊക്കെ തമിഴും പറയാൻ തുടങ്ങി. ചെന്നൈയിൽ താമസിച്ചതുകൊണ്ട് തമിഴ് നന്നായിട്ട് സംസാരിക്കും. പിന്നെ നമ്മള് ആകെ കൂടി ഒരു 10 ദിവസമാണ് വർക്ക് ചെയ്തത്. പിന്നെ അങ്ങനെ പാട്ടൊക്കെ, കൃഷ്ണേന്ദ്രൻ കുറച്ച് റിസർവ്ഡ് ആണ്, ഇങ്ങനെ വല്ലാണ്ട് മിങ്ങളൊന്നും ചെയ്യില്ല. ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കസേരയിലിരിക്കുക. ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പറ്റുമെന്ന് ചോദിച്ചു. ഏത് പാട്ടാണ് കൃഷ്ണേന്ദ്രൻ പാടിയത്? തോന്നുന്നത് കറക്റ്റായിട്ട് അത് ഒരു ഊഹമാണ് പറയുന്നത്. കാരണം എനിക്ക് എപ്പോഴും ഈ ലിറിക്സും മൊത്തം ഓർമ്മ ഉണ്ടാവുന്ന ഒരേ ഒരു മലയാളം പാട്ടേ ഉള്ളൂ. മറ്റില്ലെങ്കിൽ എനിക്കൊക്കെ ബുക്ക് വെച്ച് പാടിയ ശീലമാണ്. ഗാനമേളയ്ക്ക് ഒറ്റ പാട്ടേ ഉള്ളൂ, ദേവരായ മാഷിന്റെ പഴയ ഒരു പാട്ട്, ദാസേട്ടന്റെ. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി, പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. ഈ പാട്ടാണ് ആദ്യം പാടിയത്. വനിത, ഈ പാട്ട് പാടിയപ്പോ എന്തായിരുന്നു? ഒരു ചെറിയൊരു സ്പാർക്ക് അടിച്ചു? അതൊന്നും ഓർമ്മയില്ല. ഞങ്ങള് ആ സമയത്ത് ഒന്നിച്ചൊരു സിനിമ കാണാൻ പോയി. ഈ നാടിന്റെ ഷൂട്ടിംഗ് കോഴിക്കോട് മഹാറാണി ഹോട്ടലിലാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും, അതിന്റെ രതീഷ് ചേട്ടൻ, അന്നത്തെ ആ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, അല്ല ഒരു 10-100 ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഈ നാട്, ഓർമ്മ കാണില്ല അന്നത്തെ പിന്നെ ആർട്ടിസ്റ്റുകളുള്ള പടം. അപ്പൊ അന്ന് ഞങ്ങൾ ഈ കമലഹാസന്റെ 3-ാം പിറ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണാൻ രതീഷ് ചേട്ടനും വനിതയുടെ അമ്മയും വനിതയും ഞാനും കൂടിയാണ് ആദ്യമായിട്ട്. അതാണ് അങ്ങനെ ഞങ്ങളൊരു 3-ാം പിറ കമലഹാസൻ. പ്രണയതീവ്രമായിട്ടുള്ള. അതെ അതെ അതെ, കോഴിക്കോട് അപ്സര തിയേറ്ററിൽ കാണാൻ പോയ ഒരു ഓർമ്മയുണ്ട്. അമ്മയൊക്കെ ആയിട്ടാ പോയത്. അല്ല, അമ്മയുടെ കൂടെയാണ് പോയത്. അല്ല, ഇങ്ങനെ നോക്കിയപ്പോഴേ ഞാൻ ക്ലിയർ ആക്കണ്ടേത് അമ്മയുണ്ടായിരുന്നു. എന്റെ കൂടെ രതീഷ് ചേട്ടനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു സിനിമ ഒരുമിച്ച് ഈ പാരിജാതം. പക്ഷേ തിയേറ്ററിലേക്ക് പോകുമ്പോ കൃഷ്ണേന്ദ്രന്റെ മനസ്സിൽ ഞാൻ എവിടെ ഇരിക്കും എന്നൊക്കെ കുറിച്ച് ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നില്ലേ? അല്ല, അതങ്ങനെ എവിടെയായിരിക്കും ഇരിക്കുക എന്നുള്ള അറിയില്ല. അമ്മയായിരിക്കും ഇടയിൽ കയറി, നമ്മൾ അടുത്തടുത്ത് തന്നെയാണ് അടുത്തടുത്തിരുന്നു. കാരണം അപ്പുറത്ത് ഉള്ള ആൾക്കാര് സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വനിതയുടെ അപ്പുറത്ത് വനിതയുടെ അമ്മ ഇരുന്നു. കാരണം വേറെ ആൾക്കാരല്ലേ പിന്നെ അപ്പുറത്തേക്ക്. അങ്ങനെ ഞങ്ങൾ അടുത്താണ്. അമ്മ ഭയങ്കര ബുദ്ധി കാണിച്ച, പക്ഷെ പാളിപ്പോയി. സിനിമയൊക്കെ കണ്ടത് അതാണ് ആദ്യമായിട്ട്. രണ്ടുപേരുടെയും സിനിമ സംഗീത കരിയറിലേക്ക് പോകാം. കൃഷ്ണേന്ദ്രന് ഒരുപാട് മുഖങ്ങളുണ്ട്. ഒരു ഗായകന്റെ മുഖവും ഒരു നടന്റെ മുഖവും ഒക്കെ ഉണ്ട്, ഒരു സഹൃദയന്റെ മുഖമൊക്കെ ഉണ്ട്. കൃഷ്ണേന്ദ്രൻ സിനിമയിലേക്ക് വരാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഗായകൻ എന്നുള്ള പദവി തന്നെ എനിക്ക് തോന്നുന്നു ഒരു
ലെക്ചറായിട്ട് പോകാമെന്നൊക്കെ lecturer എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. MA മ്യൂസിക് എടുത്തിട്ട് PhD ഒക്കെ എടുത്തിട്ട് ഒരു കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു പ്രൊഫസർ കൃഷ്ണചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ് പുള്ളി പ്രൊഫസർ കൃഷ്ണൻ, നല്ല പേരിനൊരു വെയിറ്റും ഉണ്ട്. ഞാനും പണ്ട് പോലെ ഒന്നാമത് ഞാൻ ഈ പഠിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരാളെ ഒരു സാധനം പഠിപ്പിക്കുക എനിക്ക് ഒരിക്കലും പറ്റാത്ത നല്ല ഗുരുവല്ല ഞാൻ. എൻ്റെ മോളെ ഞാനൊരു ഒരു 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 എന്താണ് പറയുക, ഒരു സരസ്വതി പൂജയുടെ അന്ന് നവരാത്രിക്ക് ഒരു കീർത്തനം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മൊട്ടനടിയായി. എനിക്ക് ക്ഷമയില്ല. ഞാനൊരു പ്രാവശ്യം പറയും, അത് ഉടനെ തിരിച്ചു പാടിയില്ലെങ്കിൽ അച്ഛൻ ഒന്നുകൂടി പറഞ്ഞു തരും എന്നൊക്കെയാണ്. ഇവളാണെങ്കിൽ ഉടക്ക് പാർട്ടിയാണല്ലോ ഇവളെ. എനിക്ക് ഞാൻ പറഞ്ഞു, നീ ഒരു പ്രാവശ്യം പാടുമ്പോൾ, ഞാനൊക്കെ പണ്ട് മാസ്റ്റർ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രാവശ്യം കേട്ട് പറഞ്ഞു ഉടനെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു, നീ പാട് എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. അപ്പം ഞാനൊരു നല്ല ഗുരുവല്ല. ഒരു ഗുരു എന്ന് പറയുമ്പോൾ നല്ല ക്ഷമ വേണമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം ഞാനൊരു കോളേജിൽ ലെക്ചറായിട്ട് പോകാൻ നടക്കാത്ത കാര്യമാണ്. ആ സമയത്താണ് ഭാഗ്യമായിട്ട് പത്മരാജൻ സാർ എന്നെ കണ്ടെടുത്തത് സത്യത്തിൽ. അതിന് മുമ്പേ അദ്ദേഹം നമുക്ക് അതിലേക്ക് വരാം. അവിടെ നമ്മൾ നിർത്തിയിട്ട് കട്ട് പറഞ്ഞിട്ട് വനിതയിലേക്ക് പോകും. വനിത വളരെ ചെറിയ പ്രായത്തിൽ, എട്ടും പൊട്ടും തിരിയാത്ത പാവാട പ്രായത്തിൽ സിനിമയിലേക്ക് വന്ന ആളാണ്. അവിടെ ഒന്ന് കാണിച്ചത് ഭയങ്കരമായിട്ട് കരഞ്ഞ് ആകെ വല്ലതും മനസ്സിലായിട്ടാണോ അത് അഭിനയിച്ചെന്നുള്ളത് എനിക്കറിയില്ല. ഭാഷയെ പറഞ്ഞു തന്നത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തത് അത് പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ഇല്ലേ? നമ്മള് ഫുൾ എഴുതിയെടുത്ത് ആ സമയത്ത് പ്രോംപ്റ്റിംഗ് ഇല്ലാണ്ടാ പറഞ്ഞിട്ടുള്ളത്. ശങ്കരനായർ സാറില്ലേ? അതെ, ശങ്കരനായർ, ചന്ദ്രബിംബം, ജയഭാരതി ചേച്ചിയുടെ. ഭയങ്കര ഭാവ തീവ്രതയോടെ 13 വയസ്സാണ്. 13 വയസ്സിലാണ് കൃഷ്ണേന്ദ്രൻ ഭാര്യയെ കുറിച്ച് ഓർത്തൊരു അഭിമാനം തോന്നണം. അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കിയ സിനിമയാണത്. ഈ നാടിന്റെ ലൊക്കേഷൻ ആയിരുന്നു. അതെ അതെ, കൃഷ്ണേന്ദ്ര ഒരു 1.5 ലൊക്കേഷൻ. അവിടെ വെച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. നമുക്ക് കല്യാണം കഴിച്ചാൽ ഞാനേ ഒരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങനെ സീരിയസ് ഒന്നും ആയിരുന്നില്ല. വന്ന് പെട്ടുപോയതാ. പെട്ടുപോയി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പെട്ടു എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്ക്. ആ പ്രായത്തിൽ അങ്ങനെ സീരിയസ് ആകാൻ പറ്റില്ല. ആ പ്രായത്തിൽ അങ്ങനെ സീരിയസ് ഒന്നല്ല, കൂടെ അഭിനയിക്കുന്ന കൊള്ളാം എന്നുള്ള ലൈനാണ്. കാര്യം മനസ്സിലായി. അത് എപ്പോഴാ പറയണോ നോക്കൂ. 56-ാമത്തെ വയസ്സ് നേരത്തെ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫീസറെ കല്യാണം കഴിച്ചു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ബ്രാഹ്മണനെയും കല്യാണം കഴിച്ച് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ബാഗൊക്കെ പിടിച്ച് സുഖമായിട്ടിരുന്നുണ്ടാവും. സുഖമായിട്ട് ജീവിച്ചത്. അല്ല, ചില യോഗങ്ങൾ മാറ്റാൻ പറ്റില്ല. വനിത ആ കാലത്ത് ഇപ്പം കൃഷ്ണേന്ദ്രന്റെ കൂടെ പഠിക്കുന്ന പിള്ളേര് മറ്റവര് മറിച്ചവരൊക്കെ ചോദിക്കും, ഇവിടെ വല്ലവരും കിട്ടിയോടാ? സത്യം. അയ്യോ ഇവിടെ വളച്ചോ നീ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടായിരിക്കും വേണമെങ്കിൽ ആദ്യം കണ്ടിട്ടുണ്ടാവുക. അങ്ങനെയും പറയാം. അല്ല, അങ്ങനെയല്ല ഇത് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കല്യാണം കഴിക്കുന്ന കാര്യമൊന്നും ഒരിക്കലും ആ സമയത്ത് ആലോചിച്ചില്ല. ഇഷ്ടമായിരുന്നു. എനിക്ക് അതിന് മുമ്പേ വനിതയെ ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ നാടിൻ്റെ മുമ്പേ ഞാനൊരു ദിവസം AVM ഏതോ റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഈ AVM സ്റ്റുഡിയോയിൻ്റെ അകത്ത് ഒരു AVM രാജേശ്വരി എന്ന് പറഞ്ഞൊരു സിനിമാ തിയേറ്റർ ഉണ്ട്. അതിനകത്ത് സിനിമ കാണാൻ കയറാം നമുക്ക്. അപ്പോൾ ഒരു ദിവസം പോയപ്പോൾ ഏതോ ഒരു ഓർക്കസ്ട്ര, അന്ന് ലൈവ് പാടുമല്ലേ നമ്മൾ ഓർക്കസ്ട്ര. അപ്പോൾ ഓർക്കസ്ട്ര റെഡി ആയിട്ടില്ല. അപ്പോൾ 2-3 മണിക്കൂറാവും നൊട്ടേഷനൊക്കെ കൊടുത്ത് റെഡിയാവും. അപ്പോൾ അടുത്തൊരു ആ തിയേറ്ററിനകത്ത് സിനിമ കാണാൻ കയറി. അപ്പോൾ അച്ചമില്ലേ എന്ന് പറഞ്ഞിട്ട് K. ബാലേന്ദ്രൻ്റെ വളരെ പ്രശസ്തമായ ചിത്രമാണ് അത്. ഞാൻ കാണാൻ കയറിയപ്പോൾ എൻ്റെ തൊട്ട് പിന്നിലെ ഇതിൽ പെട്ടെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ അമ്മയും വേറെ ആരോ ആർട്ടിസ്റ്റുകൾ ആരോ ഉണ്ട്. ഏതോ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഈ സിനിമ കാണാൻ കയറിയതാണ്. അപ്പം ഞാൻ ഇത് നമ്മുടെ മറ്റേ നെഞ്ചത്തേക്കുള്ളതെ എന്നുള്ള സിനിമയിലൊക്കെ മഹേന്ദ്രന്റെ ഒരു ഫേമസ് പടം ഉണ്ടായിരുന്നു, അതിൽ അഭിനയിച്ച അവരല്ലേ ഇത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇവരല്ലേ? അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വനിത എന്നുള്ള കഥാപാത്രത്തിനെ കാണുന്നത്. പക്ഷെ അന്ന് അങ്ങനത്തതൊന്നുമല്ല. പിന്നെ ഇവരിങ്ങനെ ഡെയിലി മറ്റേ ഈ നമ്മുടെ രതീഷേട്ടനും പറയുകയാണെങ്കിൽ മമ്മൂക്കയും ഇവരൊക്കെ തുടക്കകാലത്ത് താമസിച്ചിരുന്ന ഒരു ഹോട്ടലുണ്ട് മറ്റേ നുങ്കമ്പാകത്തുള്ളത്. അവിടെ ഞാൻ സ്ഥിരം മെമ്പറാണ്. ഈ MA മ്യൂസിക്കിന് പഠിക്കാൻ വേണ്ടി മദ്രാസിൽ ചെന്നിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോവാതെ ഇവരുടെയൊക്കെ റൂമിൽ വന്നിരിക്കലാണ് എൻ്റെ പണി. മനസ്സിലായില്ല? അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ സിനിമക്കാരുടെ ഷൂട്ടിങ്ങിൻ്റെ കാറുകൾ പോകും. അപ്പോൾ എനിക്ക് വനിതയുടെ ആ കാർ അന്ന് തന്നെ അറിയാം, ഒരു കറുപ്പും ബ്ലാക്കും ഉള്ളൊരു അംബാസഡർ ഉണ്ട്. അതിൽ ഷൂട്ടിങ്ങിന് പോകുന്നത് ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷേ ഈ നാടിന്റെ സെറ്റിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പേ. അല്പം ബലം പിടിച്ചിട്ട് നമ്മൾ അത്രേ ഉള്ളൂ, വളരെ ഡീസന്റ് ആയിട്ട്. പക്ഷെ വരുന്ന കൃഷ്ണേന്ദ്രന് മോശക്കാരൊന്നും ആയിരുന്നില്ല. കൃഷ്ണേന്ദ്രന്റെ സ്റ്റേച്ചർ ഞാൻ കാണിച്ചു തരുന്നു, ഒരാൾ പറയാൻ നോക്കട്ടെ.
ആ കൃഷ്ണ നമസ്കാരം. എന്താ പുരുഷനും വനിതയുണ്ടല്ലോ, കുറേ നാളായി കണ്ടിട്ടല്ലേ? കൃഷ്ണനെ ഏതാണ്ട് 77-78 കാലഘട്ടത്തിലുള്ള പരിചയമാണ് ഞാനും കൃഷ്ണേന്ദ്രനും തമ്മിലല്ലേ? ഓർക്കണല്ലേ നമ്മുടെ പഴയ കൊച്ചിയിലെ ലാബല്ല ഹോട്ടൽ? കൃഷ്ണേന്ദ്രൻ വിളിച്ചിട്ട് ഞാൻ ലാബല്ലിലേക്ക് വന്നിരിക്കുന്നു. ഈ സമയത്താണ് മമ്മൂട്ടി ജ്യേഷ്ഠനെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇല്ല ഷറഫ് പുറത്ത് പോയിരിക്കുകയാണല്ലോ. അൻസാർ ഇതേ ലാബിലേ പോയിരിക്കണത്. എന്താ ലാബിലിൽ? അപ്പം ലാബിലിൽ കൃഷ്ണേന്ദ്രൻ വന്നിട്ട് വിളിച്ചിട്ട് ഏത് കൃഷ്ണേന്ദ്രൻ? സിനിമാടൻ കൃഷ്ണേന്ദ്രനാ? മമ്മൂട്ടിയാണ് ചോദിക്കണതേ, അന്നത്തെ മമ്മൂട്ടി. സിനിമാടൻ കൃഷ്ണേന്ദ്രൻ? ആ അതെ. അത് ശരി, അവനായിട്ട് പരിചയമുണ്ടോ? ആ അവന് വിളിച്ചിട്ട് പോയിരിക്കണം. അവർ ഇന്നലെയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തോന്നുന്നു എന്തോ സിനിമക്ക് പോകണമെന്നായിട്ട് പറഞ്ഞിട്ട് പോയതാണെന്ന് പറയും. അതെ അങ്ങനെ ഇപ്പം ഇറങ്ങി വരുമായിരിക്കുമോ? എല്ലാം അവിടെ ചെന്നാൽ കാണാൻ പറ്റുമോ? പുള്ളി അതേ ആവില്ലാതെ ഒരു സിനിമാടനെ കാണാനുള്ള ഒരു മൂഡ്. അങ്ങനെ പറഞ്ഞു എന്നാൽ ഇവിടെ നിന്നാൽ കാണാമല്ലോ, അവരിപ്പോൾ ഇറങ്ങി പോവില്ലേ, അപ്പോൾ കാണാമല്ലോ എന്നുകൊണ്ട് പുള്ളി എൻ്റെ വീട്ടിൽ മുകളിൽ കർട്ടൻ്റെ അവിടെ കർട്ടൻ മാറ്റി ഇങ്ങനെ നോക്കി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇത് ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന മമ്മൂട്ടി തന്നെ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണേന്ദ്രൻ ആ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിച്ചു കൊടുക്ക്, അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. രസമല്ലേ? ഞങ്ങള് കൃഷ്ണേന്ദ്രൻ അങ്ങനെ മോശക്കാരൊന്നും അല്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലല്ലോ. അതാണ് ഈ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഒരു കാലഘട്ടത്തിൽ കർട്ടന്റെ ഇടയിലൂടെ കാത്തിരുന്ന് കണ്ട ഒരു വ്യക്തിയാണ്. ഞാനിത് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞപ്പോ എനിക്കൊരു തിരിച്ചൊരു മറുപടി കിട്ടലുണ്ടായി. അത് പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഞാനൊരു ഡബ്ബിംഗ് തിയേറ്റർ വെച്ച് കാണുന്നു. അപ്പൊ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മമ്മൂക്ക സീനിയർ ആർട്ടിസ്റ്റുകളോടുള്ള ബഹുമാനമൊന്നും കുറയ്ക്കണ്ട കേട്ടോ, പോടാ. അതാണ് മമ്മൂക്ക. ബാക്കി നമ്മള് വിട്ടു. പക്ഷെ മമ്മൂക്ക പറയുന്നത് കേൾക്കുമ്പോൾ ബാക്കി ബീപ്പാക്കി. അതെ, ബാക്കി ബീപ്പ്. അല്ല, എനിക്ക് ഭയങ്കര ഞാൻ അറിഞ്ഞിരുന്നില്ല മമ്മൂക്ക ഇങ്ങനെ ഒരു ബുക്കിൽ ഇത് എഴുതിയിരുന്നു എന്നുള്ളത്. പക്ഷെ അത് വലിയൊരു അംഗീകാരമല്ലേ? സത്യമായിട്ടോ, സത്യം. മാത്രല്ല മമ്മൂക്ക അത് എഴുതിയെന്ന് പറയുന്നതും വലിയൊരു ഉറപ്പായിട്ടും അല്ലേ? അതേപോലെ ഒന്നിലേലും ഈ പിന്നെ വനിതാ ഈ ചട്ടുകവും തമിഴൊക്കെ പേശുന്ന സമയത്ത് ആ ഭാഗം എടുത്ത് വായിച്ചു കൊടുക്കാലോ. ഞാൻ മോളോട് പറഞ്ഞല്ലോ, നീ വിചാരിക്കുന്ന പോലെ അച്ഛൻ സംഭവം ഒരു സംഭവമാണ്, നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചു എന്റെ മോളിലട്ടിയ. അവർക്ക് പോലും അറിയില്ലായിരുന്നു ഇത്. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഇനി ആ ഭാഗം ഉണ്ടല്ലോ വാട്സപ്പ് എടുത്തിട്ട് ഒരു അവര് ലാലിന്റെ വൈറലാക്കാം. നമുക്ക് ലാലിന്റെ ആത്മകഥയിൽ ഇത് വൈറലാവും. ഇപ്പം തന്നെ ഇത് വൈറലാവും. ലാലിന്റെ ആത്മകഥ എന്ന് പറയുന്നത് അങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടില്ല. എന്റെ അടുത്ത ഒരാൾ പറഞ്ഞാണ് ഇതുപോലെ ഉണ്ട്. ഇവരെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കലാണ് പരിപാടി. മനസ്സിലായില്ലേ വരുന്ന മൂപ്പറ പരിപാടി? എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. അല്ല, ലാലിന്റെ ഇങ്ങനെ ഒരു ചേത്തി ഞാൻ വിചാരിച്ചില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ ഒരു എന്താണ് പറയാ, നമ്മുടെ ഒരു ഇത് കളയല്ലേ, നമ്മുടെ ടേക്ക് ഓഫ് വരുന്നു. അപ്പോഴാണ് വരട്ടെ ഒരാൾ കൂടി. ചേച്ചിയുടെ നിറം. ഓ, മലയാള സിനിമയിലെ കോളിലൊക്കെ സൃഷ്ടിച്ചൊരു സിനിമയാണിത്. മാത്രമല്ല എത്രയോ ആൾക്കാര് ഈ കൃഷ്ണേന്ദ്രനെ കൈയെടുത്ത് മുത്തിയിട്ടുണ്ടെന്നറിയോ? എന്താ അത്? ശരി, അങ്ങനെ അല്ല, ഈ ഒരു കുറച്ച് ഈ രതിനിർവേദൻ രണ്ടാമതും എന്താ പറയുക സ്റ്റീരിയോ ഇതൊക്കെ ആക്കിയിട്ട് രണ്ടാമത് റിലീസായി, ഡിജിറ്റലൈസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഞാൻ ആലപ്പുഴയിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത്, വനിതയുണ്ട് കാറിൽ. അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പങ്കിൽ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട തിയേറ്ററിൽ ഇത് ഡിജിറ്റലൈസ് ചെയ്ത രതിനിർവേദം ഓടുവാണ്, ഈ പഴയ ഞങ്ങളുടെ രതിനിർവേദം. അപ്പോൾ ഈ പെട്രോൾ ഒഴിക്കുന്ന പയ്യൻ, സാർ എത്രയാണ്? ഫുൾ ചെയ്തോളൂ. ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവനിങ്ങനെ പാട്ടൊക്കെ പാടുന്നത്, അവൻ നോക്കുന്നില്ല ആരാ ഉള്ളിലെന്നുള്ളത്. പെട്ടെന്നാണ് അവനിങ്ങനെ എന്നെ നോക്കിയിട്ട് എനിക്കത് മറക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അല്ല, ഒരു കണക്കിന് എന്നെ ഇപ്പോഴും അതിനുശേഷം ഞാൻ അങ്ങനെ അധികം പടങ്ങളൊന്നും ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു പടം കൃഷ്ണേന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റില്ല. കൃഷ്ണേന്ദ്രൻ എന്നുള്ള വ്യക്തിയുടെ ഒരു ജീവിതരേഖ തയ്യാറാക്കുമ്പോൾ അതൊരു ഗോപുരം പോലെ അത് പടം നിൽക്കുക. അതിനുശേഷം ആരും വീട്ടിൽ കയറ്റാതെയായി. കൃഷ്ണേന്ദ്രനെ കുറിച്ച് ഒരാളിനോട് ഒരു കഥ പറഞ്ഞെന്ന് വെച്ചാൽ, കൃഷ്ണേന്ദ്രൻ ദേവഗിരി കോളേജിൽ പോയപ്പോൾ ഒരാള് ഓടി വന്ന് കൃഷ്ണേന്ദ്രനെ കൈയെടുത്ത് മുത്തി. ഓ, അത് ശരി. എന്നിട്ട് അപ്പൊ അയാൾ പറയാ, ജയഭാരതിയെ തലോടി കൈയല്ലേ. അതാണ് ഉദ്ദേശിച്ചത്. ആ സമയത്ത് സംഭവിച്ചിരുന്നു അത്. അല്ല, ഇതുണ്ടായതാണ് ദേവഗിരി കോളേജിൽ ഞങ്ങൾ ഈ നാടിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോ ഉണ്ടായത്.
പക്ഷെ അന്ന് കൃഷ്ണേന്ദ്രൻ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു വലിയൊരു ഗ്ലാമറായിട്ട് താങ്കൾ എന്താ പറയുക ഗ്ലാമർ താരമായിട്ട് ഉരുത്തിരിഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു വലിയൊരു അങ്ങ് സംഭവം ചിന്തിച്ചില്ല അല്ലേ? ഞാൻ ചിന്തിച്ചില്ല ആ സമയത്ത്. അതിനുശേഷം ഋതുർവേദത്തിന് ശേഷം ഞാൻ ആക്സെപ്റ്റ് ചെയ്ത 2-3 പടങ്ങൾ മഹാ അബദ്ധമായിരുന്നു. രാത്രികൾ നിനക്ക് വേണ്ടി, കൗമാരപ്രായം, ഇങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ. അപ്പൊ ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ മഹാ അബദ്ധമായിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളായിരുന്നു. ഇപ്പൊ അതിന്റെ ഡയറക്ടേഴ്സ് ഇപ്പൊ അത് കേട്ടിട്ട് ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല. എന്റെ അഭിപ്രായമാണ് അത് വലിയ അബദ്ധമായിരുന്നു. അപ്പോ ഇതിനുശേഷം ഈ പടങ്ങൾക്ക് ശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പത്മരാജ സാറിന്റെ ഒരു എഴുത്ത് എനിക്ക് വന്നത്. നീ അശോകനെ പറ്റിയിട്ട് ഒരു കമന്റ്, അശോകൻ എന്നുള്ള നടനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് പെരുവഴിയമ്പലത്തിലൂടെ കൊണ്ടുവന്ന് അവൻ നല്ല നല്ല പടങ്ങൾ ചെയ്യുന്നതും ഞാൻ ചില അലവലാതി പടങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പത്മരാജ സാറിന്റെ ഒരു എഴുത്ത് എനിക്കുണ്ടായി. നീ അതിനുശേഷം സെലക്ട് ചെയ്ത പടങ്ങൾ ശരിയായില്ല. അപ്പം ഞാൻ സാറിനോട് പിന്നെ ഞാൻ മറുപടി അയച്ചു, സാറേ എനിക്കത് പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ പാലക്കാട് ചിറ്റൂർ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരാൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ മാനേജർ വന്നിട്ട് ഒരു പടം എന്ന് പറയാൻ അഡ്വാൻസ് തരും. എന്താ ഇത് ഒഴിവാക്കണോ അതോ അതിനുശേഷം വന്ന പടങ്ങൾ വേണ്ടാന്ന് വെക്കണോ വേണമെന്ന് വെക്കണോ, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊരു കറക്റ്റായി. ഇന്നത്തെ പോലെ നമുക്ക് അങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കാൻ അങ്ങനെയുള്ള ഒരു സാവകാശമില്ലാത്ത സാഹചര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ട്രാവൻകൂർ സൈഡിലൊക്കെയാണല്ലോ സിനിമ എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത. എറണാകുളം ട്രിവാൻഡ്രം സൈഡിലായിരുന്നു അന്ന്. പത്മനാഭ സാർക്ക് ട്രിവാൻഡ്രത്താണ് ആ സമയത്ത്. അന്ന് വനിതയെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അതൊക്കെ പറഞ്ഞു വരുമായിരുന്നു കുറച്ചും കൂടി. വനിതാ സമയത്ത് വന്നിട്ടില്ല. ഞാൻ 78 അത് വരാത്തതാണ് കൃഷ്ണേന്ദ്രന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നഷ്ടം. അതല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് കൃഷ്ണേന്ദ്രൻ ഉരുത്തിരിക്കണം. എനിക്ക് വയ്യ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരൂ. അതെ, വരട്ടെ. ഹലോ, വനിത കൃഷ്ണചന്ദ്രൻ, രണ്ടുപേരും ഞാൻ ആദ്യമായിട്ട് എനിക്ക് വെരി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം പഴയ കാലങ്ങൾ എനിക്കിവിടെ ഓർമ്മിക്കാൻ പറ്റുന്നു. കൃഷ്ണേന്ദ്രൻ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കൃഷ്ണേന്ദ്രൻ അങ്ങനെ ഹീറോ ആയി അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നൊരു സമയമായിരുന്നു അത്. കാര്യം ആ ഭരതൻ്റെ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നൊരു സമയം. അതേപോലെ തന്നെ പാട്ടും ഭയങ്കരമായിട്ട് വരുന്നു. അന്ന് കൃഷ്ണേന്ദ്രൻ്റെ പല പാട്ടുകളും ലളിതഗാനങ്ങൾ നോക്കുമ്പോൾ ബ്രഹ്മകമലദള യുഗങ്ങളിലുണരും, ഓർമ്മയുണ്ടോ ഈ പാട്ട്? ആദ്യമായിട്ട് എൻ്റെ ഒരു കോമ്പോസിഷൻ പാടി റെക്കോർഡ് ചെയ്തത് കൃഷ്ണേന്ദ്രൻ്റെ ശബ്ദത്തിലാണ്. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. ആ പാട്ട് മകരമഞ്ജീരങ്ങളെവിടെ നിന്റെ മദനാംഗ രാഗങ്ങളെവിടെ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൃഷ്ണേന്ദ്രൻ പൂർത്തിയാക്കുമെന്ന് എനിക്കറിയാം. അതേപോലെ വനിത ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് എൻ്റെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം കല്യാണത്തിന് ശേഷം, അതായത് കൃഷ്ണേന്ദ്രൻ്റെ കല്യാണത്തിന് ശേഷം പിന്നെ വനിതയായിട്ട് ബന്ധപ്പെടുന്നു. വനിതയായിട്ടുള്ള കാലങ്ങൾ ഓർമ്മിക്കുന്ന സമയങ്ങൾ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രമേശിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. രമേശ് എൻ്റെ ജൂനിയർ ആയിരുന്നു ചിറ്റൂർ കോളേജിൽ. ഒരേ കോളേജിൽ സംഗീതം പഠിക്കും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ രമേശ് നാരായണൻ പ്രീ ഡിഗ്രിക്ക്, പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ പുള്ളി എനിക്ക് വേണം അവിടെ BA മ്യൂസിക് കണ്ടിന്യൂ ചെയ്തില്ല. പുള്ളി നേരെ പൂനെയിലേക്ക് പോയത്. പിന്നെയാണ് പുള്ളിയുടെ ചേഞ്ചസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ പുള്ളി ആദ്യമായിട്ട് സംഗീതം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി യുവവാണി എന്ന് പറഞ്ഞിട്ട്, അന്ന് ഓൾ ഇന്ത്യ റേഡിയോ യുവവാണിയുടെ പ്രോഗ്രാം, അങ്ങനെ തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു പ്രോഗ്രാം. അന്ന് ചിറ്റൂർ കോളേജിൽ നല്ലോണം പാടുന്ന കുട്ടികൾ. എൻ്റെ കൂടെ അന്ന് ഫീമെയിൽ പാടിയത് ഇപ്പോഴത്തെ വളരെ പ്രശസ്തയായ ഭാവനയാണ്, ഭാവന രാധാകൃഷ്ണൻ. എന്നോട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടിയ ഡുവറ്റ് ആയിരുന്നു രമേശിന്റെ ആദ്യത്തെ കമ്പോസിഷൻ. എനിക്കും ചെറുതായിട്ടേ ഓർമ്മയുള്ളൂ, കാരണം നമുക്ക് പിന്നെ ശരിക്കും ഓർമ്മയില്ല ആ പാട്ട്. ഒരാളതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പാടാം. കൃഷ്ണേന്ദ്രന്റെ പാട്ടുകളിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള 2 പാട്ടുണ്ട്. ഒന്ന് ബ്രഹ്മകമലദള, അതും പിന്നെ അല്ലീളം പൂവോ. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ്സ്. കൃഷ്ണേന്ദ്രനും വനിതയാണ് ശ്വേതയുടെ കല്യാണത്തിന് ഞാൻ അവർക്കൊരു പ്രധാന ജോലി ഏൽപ്പിച്ചിരുന്നു. എൻ്റെ ഫാമിലിയിൽ അങ്ങനെ അധികം ആർക്കും ഈ ഫിലിം മെയിൻ ഇപ്പോൾ ആക്ടേഴ്സിനെയൊക്കെ അറിയാമെന്നല്ലാതെ എൻ്റെ പിന്നിൽ കുറേ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവരെയൊന്നും അറിയില്ല, കണ്ടു പരിചയമില്ലാത്തതുകൊണ്ട് കൃഷ്ണേന്ദ്രനെയും വനിതയും അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിരുന്നത് അവരാണ് ആ ജോലി ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണേന്ദ്രൻ അതൊന്ന് പറയണേ. അത് തമാശയല്ല, വലിയൊരു വിഡ്ഢിത്തരമായിരുന്നു. സുജുവും മോനേട്ടനുമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആണ് ഞങ്ങൾക്ക്. മോനേട്ടന് കല്യാണം സുജു ഇപ്പൊ ചെറിയ പിന്നെ അരപ്പാവട കെട്ട് പാടുന്ന സമയത്ത്, ഫോക്കറ്റ് സമയത്ത് കൃഷ്ണേന്ദ്രൻ
പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ഒരു കോമ്പറ്റീഷൻ, എനിക്ക് ജൂനിയറിൽ ഫസ്റ്റ് പ്രൈസ്, സുജാതയ്ക്ക് സബ് ജൂനിയറിൽ പ്രൈസ്, അങ്ങനെയൊക്കെയുള്ള ഒരു സമയങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ദാസേട്ടൻ്റെ കൂടെ പാടുമ്പോൾ പാലക്കാട് ഇവർ വരുമ്പോൾ നമ്മുടെ മോനേട്ടൻ്റെ വീട്ടിലാണ് ദാസേട്ടൻ റെസ്റ്റ് ചെയ്യാനുള്ളത്. മറ്റേ സുജാതയെ പിന്നീട് കല്യാണം കഴിക്കുകയുണ്ടായ ഡോക്ടർ കൃഷ്ണമോഹൻ്റെ വീട്ടിൽ. അപ്പോൾ ഡോക്ടർ കൃഷ്ണമോഹൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ സ്ഥിരം പാലക്കാട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ്. ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിക്കുമ്പോൾ പാലക്കാടാണല്ലോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത്, അവിടെയാണ് നമ്മൾ ട്യൂഷന് പോകുന്നത്, അവിടെയാണ് എല്ലാം. അപ്പോൾ മോനേട്ടൻ്റെ അമ്മയുണ്ട് രാധാമണി ചേച്ചിക്ക്. മോനേട്ടൻ ഇപ്പോഴും പറയും മോനേട്ടനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്നെയായിരുന്നു. അത്രയും വലിയ അടുപ്പമായിരുന്നു ഇപ്പം രാധാമണി ചേച്ചിയായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ദാസേട്ടനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുദാസിനെ അടുത്ത് കാണുന്നതും പരിചയപ്പെടുന്നതും. സുജു ആ സമയത്ത് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ബന്ധമാണ് സുജു. അപ്പോൾ അവരുടെ കല്യാണത്തിനും ഞാനൊരു ആദ്യാവസാനമായിട്ട് ഓടി നടന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. മോനേട്ടൻ്റെയും സുജുവിൻ്റെയും കല്യാണത്തിന്. സുജുവിൻ്റെ മോളുടെ ശ്വേതയുടെ കല്യാണത്തിന് അതപ്പോൾ ഞങ്ങളെ ഇത് പറഞ്ഞ പോലെ ഏൽപ്പിച്ചു. മറ്റേ VIP ഒന്ന് സ്റ്റേജിൽ കൂടെ ഒന്ന് മറ്റേ VIPസിനെ മറ്റേ ക്യൂവിൽ കൊണ്ടുവരണ്ട, കയറ്റി വിടാം, ഒന്ന് മനസ്സിലാകുന്ന ആൾക്കാർ. അങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞങ്ങൾ ഒരു പരിപാടി നമുക്ക് പറഞ്ഞ ഒരു പണി തന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ, നമുക്ക് ഓവറായിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു അബദ്ധമാണ് ഒരു പണി കിട്ടിയത്. അങ്ങനെ നമ്മൾ അപ്പോൾ ഇച്ചിരി പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ മറ്റേ ക്യൂ ആണ് കേട്ടോ, ഇതല്ല പറഞ്ഞു വിടും. അങ്ങനെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഞാനിങ്ങനെ തടുത്ത് നിർത്തണം. അവരിങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ പയ്യൻ്റെ അച്ഛനും അമ്മയാണെന്ന്. എനിക്കറിയില്ലായിരുന്നു അശ്വിൻ്റെ അച്ഛനും അമ്മയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം ഇപ്പൊ എപ്പോ എവിടെ വെച്ച് കണ്ടാലും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയും ക്ഷമിച്ചേക്കൂ, എനിക്ക് അറിയാതെ പറ്റിപ്പോ. സുജു അതാണ് ഉദ്ദേശിച്ചത്. അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് വേണ്ടിയുള്ള പാട്ടുകളുണ്ട്. രമേശ് നാരായണൻ വേണ്ടി. മകരമഞ്ജീരങ്ങളെവിടെ നിന്റെ മദനാംഗരാഗങ്ങളെവിടെ ഹൃദയേശ്വരീതാ താരരിരാര താരാരാരാര ദാരരാരരാരരാര മകരമഞ്ജീരങ്ങളെവിടെ നിന്റെ മദനാംഗരാഗങ്ങളെവിടെ. ഒരു സലിൽ ചൗധരി സ്റ്റൈലിലുള്ളൊരു കമ്പോസിഷൻ ആയിരുന്നു ശരിക്കും അത്. സുജാതയ്ക്ക് സുജു പറഞ്ഞ പാട്ട് ശരിക്കും പറയുകയാണെങ്കിൽ 1976 ഞാൻ ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അപ്പോൾ ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ പ്രൈസ് കിട്ടിയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടി എനിക്ക്, ഓൾ ഇന്ത്യ പ്രൈസ് ലളിതഗാനത്തിൽ. അങ്ങനെ എനിക്ക് നേരെ മറ്റേ ഓൾ ഇന്ത്യ റേഡിയോയിൽ സെലക്ഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ഓഡീഷന് പോകേണ്ടി വന്നിട്ടില്ല എനിക്ക്. അങ്ങനെ കിട്ടിയപ്പോൾ കാലിക്കറ്റിൻ്റെ ആർട്ടിസ്റ്റായിരുന്നു ഞാൻ അവിടെ. തിരുവനന്തപുരത്ത് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി മറ്റേ ക്ഷണിക്കപ്പെട്ട സഹൃദയ സദസ്സിന് മുൻപാകെ അവതരിപ്പിക്കുന്ന ലളിതഗാനമേള എന്ന് പറഞ്ഞിട്ട് അന്നിങ്ങനെ എല്ലാവരും അതിലാണ് നല്ല നല്ല പാട്ടുകൾ വരും. അതിലാണ് സുജാതയുടെ മറ്റേ ഓട കുഴൽ വീളി ഇങ്ങനെ പല ഗാനങ്ങളും, ഘനശ്യാമ സന്ധ്യാഹൃദയം ദാസേട്ടൻ്റെ, ഇങ്ങനെ ആ പാട്ടുകളാണ് പിന്നീട് കുട്ടികൾ പലരും മറ്റേ മത്സരങ്ങൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. അതേപോലെ ആ സമയത്ത് മത്സരങ്ങൾക്ക് കുറേ കുട്ടികൾ ഉപയോഗിച്ച ഒരു ഗാനമാണിത്, ബ്രഹ്മകമലദൾ. അതായത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയി പഠിച്ച്. പക്ഷേ ആ പ്രോഗ്രാം നമ്മളെ ഈ ക്ഷണിക്കപ്പെട്ട സഹൃദയ സദസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്യും ഓൾ ഇന്ത്യ റേഡിയോയിൽ. എന്നിട്ട് പിന്നെ സ്റ്റേജിൽ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ് റേഡിയോയിൽ വെക്കാറുള്ളത്. കാരണം മറ്റേ സ്റ്റേജിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞ് സ്റ്റേജിൽ ചെയ്യുന്നതിന് മുമ്പേ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം മൗണ്ട് ബാറ്റൺ പ്രഭു അന്തരിച്ചു ആ സമയത്ത്, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ. അപ്പൊ അത് കാരണം ആ പ്രോഗ്രാം നടന്നില്ല സ്റ്റേജിൽ. പക്ഷെ ആ പാട്ട് പക്ഷെ നിറയെ കുട്ടികൾ ആ സമയത്ത് മത്സരങ്ങൾക്ക് എടുത്ത് പാടുകയുണ്ടായി. ബ്രഹ്മകമലദള യുഗങ്ങളിലുണരും ബ്രഹ്മമയി നാദബ്രഹ്മമയി സ്വരരാഗ സുമമാല്യമണിയും സുധാമയി സുരസോമമയി സുധാമയി സുരസോമമയി ബ്രഹ്മകമലദള യുഗങ്ങളിലുണരും ബ്രഹ്മമയി നാദബ്രഹ്മമയി സ്വരരാഗ സുമമാല്യമണിയും സുധാമയി സുരസോമമയി സുധാമയി
സുരസോമമയീ. എനിക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഇത്രയും നല്ലൊരു ലളിതഗാനം പാടാൻ പറ്റിയിട്ടുണ്ടെങ്കിലും സിനിമയിൽ ഒരു ഗാനം പോലും അദ്ദേഹത്തിന്റെ പാടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ താങ്കൾ ഈ ഗാനമാണ് പാടിക്കൊടുത്തത്. ഞാൻ അദ്ദേഹത്തിന്റെ കാതുകളിൽ എന്ന് വെച്ചാൽ ഔസേപ്പച്ചനും ബിജു നാരായണനും ഞാനും കൂടി രാധാകൃഷ്ണൻ ചേട്ടൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണാൻ പോയി. അപ്പോൾ ICUവിനകത്ത് അധികം പേരും കയറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ടു. ചേച്ചി ഉണ്ടായിരുന്നു, പത്മ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പോൾ ഈ രാധാകൃഷ്ണൻ ഇവൻ എൻ്റെ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്, അറിയോ ഔസേപ്പേ എന്ന് ചോദിച്ചാൽ ഔസേപ്പച്ചൻ്റെ അടുത്ത് ഓർമ്മയുണ്ട്. അത്രയും മോശമായിട്ടില്ല, എന്നാലും മറ്റേ ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഔസേപ്പച്ചൻ അറിയില്ല അത്. അപ്പോൾ പറഞ്ഞു ഇവൻ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട് എൻ്റെ, എനിക്ക് ഇവനെ കൂടുതൽ പാട്ട് കൊടുക്കാൻ പറ്റാത്തതിൽ സങ്കടമൊക്കെ ഉണ്ട്. അതിനുശേഷം അതൊന്നും നടന്നില്ല, ചില കാരണങ്ങൾ കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പാട്ട് നിനക്ക് ഒന്ന് പാടിത്തരാൻ പറ്റുന്നു. അപ്പോൾ ഇത്രയും രോഗികളൊക്കെ കിടക്കുമല്ലേ അവിടെ. അപ്പം ഞാനിങ്ങനെ ചെവിയുടെ അടുത്ത് പോയിട്ടാണ് ഈ പാട്ട് പാടിക്കൊടുത്തത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിനോട് കൊടുത്ത ഒരു അന്ത്യാഞ്ജലി ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. എത്രയും കഴിവുള്ളൊരു സത്യമായിട്ട്. ഒരുപക്ഷെ പലതും ഡിസിപ്ലിൻ്റെ കുറവ് കൊണ്ട് പോലും വേണമെങ്കിൽ നമുക്ക് വേണം ജീവിതത്തിൻ്റെ ഒരുപാട് സുവർണ മുഹൂർത്തങ്ങളെ വേണമെങ്കിൽ ഇല്ലാതാക്കാം. വനിത, ഈ കൃഷ്ണേന്ദ്രനുമായിട്ടുള്ള പ്രണയം വരവ് കഴിഞ്ഞു, സിനിമയിലേക്ക് വരുന്നു, പിന്നെ ഒരു 6-7 വർഷം നന്നായിട്ട് തമിഴിലും മലയാളത്തിലും നന്നായിട്ട് അഭിനയിച്ചു. തുടക്കം അതെ. പിന്നെയാണ് കല്യാണം കഴിച്ചത് 86-ല്. അല്ല, സിനിമയുടെ ഒരു കാലമുണ്ടല്ലോ. അതെ 13 വയസ്സ് മുതൽ തുടങ്ങിയൊരു 85 വരെ. കല്യാണത്തിന് തൊട്ട് മുമ്പ് 100 സിനിമ പൂർത്തിയാക്കി കൃഷ്ണേന്ദ്രൻ, മനസ്സിലാക്കണം. 100 സിനിമ അഭിനയിച്ച ഒരു വളരെ സീനിയർ, ഒരു സെഞ്ചുറി അടിച്ചിട്ടാണ് കല്യാണത്തിലേക്ക് വരുന്നത്. അതുപോലെ മലയാളത്തിൽ എല്ലാ സൂപ്പർ സ്റ്റാറുകളും കൂടെയും വനിത അഭിനയിച്ചു. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം വനിതയെ ഞാൻ എന്താ പറയാൻ പോകുന്നത് അറിഞ്ഞിട്ടാണ് കൃഷ്ണേന്ദ്രൻ പറഞ്ഞപ്പോ കൃഷ്ണേന്ദ്രൻ വരട്ടെ. കൃഷ്ണേന്ദ്രൻ ഒരു അസൂയ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ കാണിച്ചു കൊടുത്ത ഇത് മൂപ്പറപ്പ് ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ട് പൊങ്ങി നിൽക്കുകയാണല്ലോ. അപ്പൊ നമ്മള് നമ്മള് മോശക്കാരി അല്ല. മമ്മൂക്കയുടെ കൂടെ മറ്റേ വികടകവി എന്നുള്ള സിനിമയിൽ അഭിനയിച്ചുള്ള കാര്യം ഏതോ ഒരു പോസ്റ്റിൽ ആരും ഇട്ടതിന് പിന്നെ ഇവരല്ലേ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് അതിന് മറുപടി ഞാൻ കണ്ടിട്ടുള്ളതാ ഫേസ്ബുക്ക്. അത് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ സത്യത്തില്. വരട്ടെ ഒരാൾ കൂടി. കൃഷ്ണേന്ദ്രനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്, കൃഷ്ണേന്ദ്രൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് തന്നെ വീട്ടുകാരുടെ ഒന്നും സമ്മതം അത്ര ഇല്ലാതെ കൊണ്ട് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കോളേജ് കുമാരൻ നമ്മുടെ പത്മരാജനും ഭരതനും കൂടെ ചെയ്ത രതിനിർവേദം എന്ന പടത്തിലേക്കാണ് ആദ്യം വരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ കൃഷ്ണേന്ദ്രൻ നല്ല കഴിവുള്ള ഒരു പയ്യനാണ്. ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം. അതേപോലെ തന്നെ അസലായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പാടും. പക്ഷെ എന്തുകൊണ്ട് കൃഷ്ണൻ ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നു? എന്തുകൊണ്ടാണ് കൃഷ്ണേന്ദ്രൻ അങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ആ മേഖലയിലേക്ക് കടക്കാൻ എനിക്കിന്നൊരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു. ഇതാണ് ഒരു നിമിത്തം എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ലളിത ചേച്ചി അങ്ങ് പറഞ്ഞു തരികയാണ്. അതായത് എവിടെയോ എത്തേണ്ട ഒരാളായിരുന്നു. ഇന്ന് കൃഷ്ണേന്ദ്രൻ കറങ്ങുന്ന ഭ്രമണപഥം അല്ല യഥാർത്ഥത്തിൽ കൃഷ്ണേന്ദ്രൻ്റെ ഓർബിറ്റ്. വേറെ ഏതൊരു ഓർബിറ്റ് കൃഷ്ണേന്ദ്രൻ ഉണ്ടായിരുന്നു. ആ ഓർബിറ്റ് മിസ് ഔട്ട് ചെയ്തതാണോ? എന്താ വനിതയ്ക്ക് തോന്നുന്നു? കൃഷ്ണേന്ദ്രൻ ഇവിടെ തന്നെ നിൽക്കേണ്ട ഈ ഓർബിറ്റിലായിരുന്ന ഓർബിറ്റ് വനിതയുടെ ഭർത്താവ് എന്നുള്ള കാര്യം ഞാൻ മാറ്റുന്നില്ല. അതല്ലാതെ കലാപരമായിട്ട് അദ്ദേഹം ഈ ലെവലിൽ നിന്ന് ഒരു 2 നോച്ച് അപ്പ് അല്ലെങ്കിൽ ഒരു 3 നോച്ച് അപ്പ്. എന്താ വനിതയുടെ അഭിപ്രായം? നിഷ്പക്ഷമായിട്ട് പറയണം. എനിക്ക് തോന്നുന്നു കൃഷ്ണേന്ദ്രന് ഈ ശരിക്കും ബേസിക് ആയിട്ടുള്ള സ്വഭാവം ഈ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയി കാണൽ, അവരായിട്ട് ഒരു ഗ്രൂപ്പിൽ അങ്ങനെ പോയിട്ട് നമ്മൾ അവരായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് നെറ്റ്വർക്കിംഗ്, PR, മാർക്കറ്റിംഗ് അല്ല, മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഉള്ളതാണ്.
പണ്ട് എനിക്ക് തോന്നുന്നു അതൊന്നും കൂടുതൽ ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. ശരിക്കും കഴിവ് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണേന്ദ്രന് കഴിവുള്ളതാണ്. പക്ഷെ അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനിപ്പം മറുപടി ഓക്കെ കൃഷ്ണേന്ദ്രൻ, ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാനും പറയാം. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, കൃഷ്ണേന്ദ്രൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃഷ്ണേന്ദ്രൻ, ഞാനിപ്പം പിന്നെ പല കാര്യങ്ങളും വായിക്കുമ്പോഴും കേരളത്തിൻ്റെ പിന്നണി ഗാന ആലാപന രംഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വേണമെങ്കിൽ എളുപ്പത്തിൽ മിസ് ഔട്ട് ചെയ്യാവുന്ന ഒരു പേരിൻ്റെ കൂടെയാണ് കൃഷ്ണേന്ദ്രൻ കിടക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് കൃഷ്ണേന്ദ്രൻ അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ്, എത്രയോ കഴിവുള്ള, ടാലൻ്റുള്ള, ക്രിയേറ്റിവിറ്റി ഉള്ള, അതിനുള്ള ശേഷി ഉണ്ടായിരുന്ന ഒരു കലാകാരനാണ്. ലളിത ചേച്ചി പറഞ്ഞത് അത് തന്നെയാണ്. ഒന്ന് നമ്മൾ വെറുതെ ആരോ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപഗ്രഥിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നത് നമുക്ക്, ഞാനൊക്കെ പാടാൻ തുടങ്ങുന്ന സമയത്ത്, ഇപ്പം ഞാൻ പാടാൻ തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു പണ്ടത്തെ ഒരു കാലമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഒരു കുറച്ചുകൂടി ഒരു മോഡേൺ ഈറയാണ്. 82-ലാണ് ഞാൻ പാടാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ A.T. ഉമ്മയ്ക്ക് പാടാൻ തുടങ്ങി, ശ്യാം സാറിന് പാടാൻ തുടങ്ങി. ആ സമയത്തുള്ള റെക്കോർഡിങ് ഞാനിപ്പോൾ ഓർക്കുമ്പോൾ അന്നത്തെ കുറേ ഇൻചാർജുകളുണ്ട്. ഇപ്പോൾ വേലു എന്ന് പറഞ്ഞൊരു ഇൻചാർജ് ഉണ്ട്. അയാൾ SP വെങ്കടേഷിൻ്റെ ഇൻചാർജ് ആയിരിക്കും. ചിലപ്പോൾ ശ്യാം സാറിന് വേണ്ടി വർക്ക് ചെയ്യും. കല്യാണം എന്ന് പറഞ്ഞ് ഇളയരാജയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഫേമസ് ഇൻചാർജ് ഉണ്ട്. ഇങ്ങനെ കുറേ ഇൻചാർജുകളുണ്ട്. നാരായണൻ നായർ എന്ന് പറഞ്ഞിട്ട് MS വിശ്വനാഥിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമ്മളെ വിളിക്കുന്നത് ഈ ഇൻചാർജുകളാണ്, റെക്കോർഡിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. ഇവർ വിളിച്ചിട്ട് പറയും, കൃഷ്ണചന്ദ്രൻ, തമിഴാണല്ലോ അധികം പേരും തമിഴ്, കൃഷ്ണചന്ദ്രൻ സാർ നാളേക്ക് AVMCയിലെ മധ്യാഹ്നം 2 മണിക്ക് 2 to 9 ശ്യാം സാർ. ഇത്രയും നമുക്ക് അറിയുള്ളൂ. ഇന്ന മ്യൂസിക് ഡയറക്ടറുടെ പാട്ടാണ് നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 9 വരെ AVMCയിലെന്ന്. നമ്മളവിടെ പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ജോഷിയുടെ പടമാണെന്നോ, ശശിയേട്ടൻ്റെ പടമാണെന്നോ, വിശ്വംഭരൻ്റെ പടമാണെന്നുള്ളത് നമ്മൾ അവിടെ പോകുമ്പോഴാണ് അറിയുന്നത്. ആ ഒരു സിറ്റുവേഷന് ഇപ്പം നമ്മൾ ഇത് ഇവരുമായിട്ടൊന്നുള്ള കണക്ഷൻ കൊണ്ടല്ല പാടിയത്. ഞാനായാലും ശരി, ആ സമയത്തുണ്ടായിരുന്ന ഉണ്ണിമേനോനായാലും ശരി. പക്ഷേ ഒരു 88 കാലഘട്ടം മുതൽക്ക് അതിൻ്റെ ഒരു സ്വഭാവം മാറി. ചില പാട്ടുകാർ വന്നിട്ട്, ഞാൻ അവരെ കുറ്റമായിട്ട് പറയുന്നതല്ല, ഒരു ഗ്രൂപ്പുകൾ ഫോം ചെയ്യലും, അപ്പോൾ അവരുടേതായിട്ടുള്ള ചില നടന്മാർക്ക് വേണ്ടി അവർ മാത്രം പാടുക, ചില നടന്മാരെ, ഇഷ്ട സംവിധായകന്മാരെ. അതെ, ഞാൻ അവരെ ഒരു മൊത്തത്തിൽ കുറ്റം പറയുന്നില്ല. കാരണം അങ്ങനെ കയറിയത് അവർ ശരിക്കും ബുദ്ധിപൂർവ്വം ചെയ്തൊരു കാര്യമാണ്. അവരെന്നിട്ട് കമ്പോസിങ് സമയത്തൊക്കെ കൂടെ പോയി, ഞാനൊന്നും ഒരു പാട്ടിൻ്റെ കമ്പോസിങ് ഞാൻ കണ്ടിട്ടില്ല ബ്രിട്ടാസ്. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിൽ പോയിട്ട് മ്യൂസിക് ഡയറക്ടർ പഠിപ്പിച്ചു തരുന്നതാണ് നമ്മൾ അറിയുന്നത്. അല്ലാണ്ട് അല്പം നിഷ്കളങ്കനായി പോയോ? അല്ല, അങ്ങനെ ഒരു സാധനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു സംഭവം. നിലമ്പൂരിൽ നിന്ന് ചിറ്റൂര് പഠിച്ചു. അല്ല, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല അത്. പക്ഷെ ഇത് കുറ്റമായിട്ടും ഞാൻ പറയുന്നതല്ല. ഈ വന്ന പാട്ടുകാരൊന്നും ശരിക്കുള്ള കഴിവില്ലായിരുന്നെങ്കിൽ പിന്നീട് അവർ തുടരുമായിരുന്നില്ല. ഇവർക്ക് അവർ തുടക്കം അത് കിട്ടി, അവർ ഉപയോഗിച്ചു എന്നുള്ളതല്ല. അത് ഞാൻ ഒരിക്കലും, എൻ്റെ കൂടെയുള്ള എൻ്റെ ഒപ്പം വന്ന പല ഗായകരും ഈ വന്ന ചില പാട്ടുകാരെ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഞാൻ തയ്യാറല്ല. കാരണം അവരൊക്കെ ഈ പറഞ്ഞ ഏത് കഥാപാത്രമാണെങ്കിലും അവർ പോലും ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് പിന്നീട് അവരുടെ കഴിവുകൊണ്ട് നിന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ്. അല്ലാതെ അവർ ഇപ്പം കൃഷ്ണേന്ദ്രന് ഇതിൻ്റെ അപ്പുറത്ത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ വനിത പറയുന്ന പോലെയും ഞാൻ പറയുന്ന പോലെയും കൃഷ്ണേന്ദ്രന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കൃഷ്ണേന്ദ്രൻ്റെ ഗ്രാഫിക്കോട് നോക്കുമ്പോൾ ഒരുപാട് നല്ല സംഗീത സംവിധായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനേറെ ദേവരാജൻ മാസ്റ്ററുടെ ഒരേ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുള്ളൂ തുടക്കത്തിൽ. പക്ഷെ പുള്ളിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. മാസ്റ്റർക്ക് വിരോധം ഉണ്ടായിരുന്നില്ല. എനിക്ക് മാസ്റ്റർ പേടിയാ. ഇപ്പോഴും മാസ്റ്റർ പേര് പറയുമ്പോൾ പേടിയാ. മാസ്റ്ററിന്റെ മറ്റേ ഒരു പ്രാവശ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷിബു ചക്രവർത്തിയുടെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കയറിയ ഒരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കോട് കൈരളി TV-യുടെ ഒരു പ്രോഗ്രാം, സുജാതയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് സുജാതയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഷിബു ചക്രവർത്തി എൻ്റെ അടുത്ത്, നമുക്ക് മാസ്റ്റർ വീട്ടിലൊന്ന് കയറാം. ഞാൻ പറഞ്ഞു, അയ്യോ, ഞാൻ കുറേ കാലമായി കണ്ടിട്ട്. ചെന്ന് കയറിയപ്പോഴേ മാഷ് ഒട്ടും സ്നേഹം കാണിക്കുന്നില്ല. ഷിബുവിനെ നോക്കിയിട്ട്, യവനെ എവിടുന്ന് കിട്ടി ചോദിച്ചു. എന്നെ നോക്കിയിട്ട് യവനെ എവിടുന്ന് കിട്ടിയെന്ന്. അപ്പോഴേ എൻ്റെ പകുതി ആ ഫ്യൂസ് പോയി. അപ്പോൾ പറഞ്ഞു, അല്ല മാഷെ, ഇങ്ങനെ നമ്മൾ കൈരളിയുടെ ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിയാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മറ്റേ ഏതോ ഒരു ചാനലിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് കേട്ടോ, അതിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ചക്രവർത്തി നിനക്ക് അത് നീ അമീർ കല്യാണി രാഗമാണെന്ന് നീ പറയുന്നത് കേട്ടല്ലോ, എന്നോട് ആര് പറഞ്ഞത് അമീർ കല്യാണിയാണെന്ന്? ഞാൻ പറഞ്ഞു, അല്ല, അമീർ കല്യാണിയാണെന്നാണ് അത് സംഗീതത്തിൻ്റെ, അത് അമീർ കല്യാണി എന്നല്ല, വിവരമില്ലാത്തവരാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് എന്നോട്, അത് ഭയങ്കര ബോറാണ് കേട്ടോ നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ബോറാണെന്ന് കേട്ടോ. അപ്പം ഞാനങ്ങ് തളർന്നിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ,
മൊത്തത്തിൽ കൊള്ളാം, പക്ഷെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്, നിനക്ക് ഒരു മ്യൂസിക് ഡയറക്ഷൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാഷേ എനിക്ക് നമ്മൾ BA മ്യൂസിക് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ പുതിയൊരു സാധനം ഉണ്ടാക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇല്ല എനിക്ക്. അല്ല ഞാൻ പറഞ്ഞത് വേറെ ഒന്നുണ്ടല്ലോ, ഇവിടെ ഒന്നും അറിയാത്തവനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് ആലോചിച്ച് പറഞ്ഞതാന്ന് പറഞ്ഞു മാഷ്. അതാണ് മാഷോടുള്ള മാഷയുടെ ശൈലി അതാണ്. മാഷിന്റെ ശൈലി അതാണ്. മാഷിനെ പക്ഷെ ഞാൻ അങ്ങനെ ഒരു മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നുള്ള ഒരു ചെറിയ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പാട്ട്. പക്ഷെ അത് ഒഫീഷ്യലി റെക്കോർഡിലും ഇല്ല, സിനിമയിലും ഇല്ല. അത് കാരണം അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയതിനായിട്ട് തെളിവില്ല. പാട്ട് ഓർമ്മയുണ്ടോ? സത്യമായിട്ടില്ല. പ്രേം നസീറും ഷീലയും കൂടെയുള്ള എന്തോ ഒരു ഇമാജിനേഷൻ സീനാണ്. സോ ഞാൻ പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു തമാശ പാട്ടാണത്. ഞാനും ലതികയും കൂടിയാണ് പാടി. അത്രയും മാത്രമേ എനിക്കത് ഓർമ്മയുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട് എന്നുള്ളത് ശ്യാം സാറ്, AT ഉമ്മുക്ക, തമിഴിൽ ഓഫ് കോഴ്സ് രാജാ സാർ. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരാള് ആദ്യമായിട്ട് ഏട്ടൻ കരഞ്ഞ് കണ്ടിട്ടുള്ളത് ഞാൻ എന്നോട് യാത്ര പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ്. ചാനലിൽ ജോലി കിട്ടി മദ്രാസ് വിട്ട് തിരുവനന്തപുരത്തേക്ക് പോണ സമയത്ത് അന്ന് ഏട്ടൻ പറയായിരുന്നു, പഴയ നഗരമേ നന്ദി എന്നുള്ള സിനിമയിൽ 20 കൊല്ലം ഇവിടെ താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന നായകൻ. ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഏട്ടൻ്റെ അടുത്ത്. പണ്ട് കോമ്പറ്റീഷനൊക്കെ പോണ സമയത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾ പാടുന്നതിനെക്കാട്ടിലും അധികം ജയേട്ടൻ്റെയും ബ്രഹ്മാനന്ദൻ്റെയും പാട്ടുകളാണ് ഏട്ടൻ കൂടുതൽ പാടിയിരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ജയേട്ടൻ്റെ ഹർഷബാഷ്പമൊക്കെ ആയിരിക്കും പാടല്ലേ? ഹർഷബാഷ്പം, സന്ധ്യക്കെന്തിന് സിന്ദൂരം, കരിമുകിൽ കാട്ടിലെ. നമുക്കൊരു പാട്ട് പാടി കൊടുക്കാം. ജയേട്ടന് വലിയ ഇഷ്ടമായിരിക്കും. ജയേട്ടനെ എനിക്ക് വനിത പാടുവോ? പിന്നെ വനിത പാടും, ഭയങ്കരമായിട്ട് പാടും. നമുക്ക് എപ്പോഴാണ് അത് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വനിത എൻ്റെ കൂടെ ഒരു മോഹൻലാലിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർ നൈറ്റ്, മറ്റേ പുറത്തുള്ള സ്റ്റാർ നൈറ്റ് ഗൾഫിൽ നടന്ന മോഹൻലാൽ സൂപ്പർ സ്റ്റാർ അങ്ങ് ആവുന്ന ആ സമയം, രാജാവിൻ്റെ മകനൊക്കെ റിലീസ് ചെയ്ത സമയം, ആ സമയത്തുള്ള ഫസ്റ്റ് സൂപ്പർ ആ സമയത്ത് ഞാനാണ് ലാലിൻ്റെ കൂടെ പാടാൻ പോയിട്ടുള്ളത്. കാരണം അന്ന് MG ശ്രീകുമാർ ഇങ്ങനെ വന്നിട്ടില്ല, രംഗത്ത് വന്നില്ല. അന്ന് ഞാനാണ് സിംഗറായിട്ട്. അപ്പം അന്ന് ലാലിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പാടുമ്പോൾ അന്ന് ആ സമയത്ത് എൻ്റെ ഒരു തമാശപ്പാട്ട് ഹിറ്റ് പാട്ടുണ്ടായിരുന്നു, ചക്കരയുമ്മ എന്നുള്ള പാട്ട്. 4 കാശും കയ്യിൽ വെച്ച് 4 ദിക്ക് കടന്ന് തൃശ്ശൂരുകാരും കണ്ണൂരുകാരും തിരുവനന്തപുരംകാരും കോഴിക്കോട്ടുകാരും ഒരു ആനേനെ വാങ്ങാൻ പോയി. മറ്റേ ബേബി ശ്യാമിലിയുടെ. അപ്പൊ അതിൽ ബേബി ശ്യാമിലിയുടെ ചില ഡയലോഗുകളുണ്ട്. അത് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വനിതയെ പിടിച്ച് കയറ്റി ആ ഡയലോഗ് പറയാൻ. സാർ അതിന്റെ സ്റ്റിൽസ് ഒക്കെ കണ്ട് ചില ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ഡുവറ്റ് പാട്ടൊക്കെ ഞാൻ പറഞ്ഞു, അല്ല എന്റെ ചേട്ടാ അത് വെറും ഡയലോഗാണ്, ഉപദ്രവിക്കരുത്. എന്നാലും ആ പാട്ട് പൂർണ്ണമാകണമെങ്കിൽ വരുന്നതിന് ശബ്ദം പാടല്ലോ. അതെ, വേറെ വഴിയില്ലായിരുന്നു. ആ സമയത്ത് വേറെ ആരും അത് പറയാനില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ദാസേട്ടൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, എനിക്ക് പഴയ പാട്ടുകളെ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിവരങ്ങൾ തന്നിട്ടുള്ള, എനിക്ക് പഴയ പാട്ടുകളെ കൂട്ടിയിട്ടും അന്നത്തെ റെക്കോർഡിങ്ങളെ പറ്റിയിട്ടും അന്നത്തെ ആ കമ്പോസിങ്ങിനെ പറ്റിയിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് ജയേട്ടനാണ്. അതൊരു അറിവ്. എല്ലാ പാട്ടുകളും ബൈഹാർട്ടാണ്. ഞങ്ങളൊരു JB ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു. അത് ഒരുപാട് സമയം JB ജംഗ്ഷൻ മാത്രമല്ല, എനിക്ക് കൈരളി ചെയ്ത ജയേട്ടന്റെ മറ്റൊരു പ്രോഗ്രാം, അത് ഉഗ്രം പ്രോഗ്രാമായിരുന്നു. ജയേട്ടൻ ഒരു അസാമാന്യ സംഭവമാണത്. ജയേട്ടൻ ഇപ്പോഴും ആ ഒരു 17 വയസ്സുള്ള ആൾക്കാർക്ക് വേണ്ടി പാടുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഒരു പാട്ട് ജയേട്ടന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടന് വേണ്ടി. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ, കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി